ചിത്ര പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കെ സനയുടെ ഉള്ളിൽ ചെറിയമ്മയോടും അവരുടെ മക്കളോടുമുള്ള ദേഷ്യം തിളച്ചു മറിയുകയായിരുന്നു. തൻ്റെ മാറിൽ കിടന്ന് കരയുന്ന ചിത്രയെ കാണെ സനയുടെ ഉള്ളു പിടഞ്ഞു. അവൾക്കൊരുപാട് വേദനിച്ചിട്ടുണ്ടാകും. ചെറിയമ്മക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ കൂടെ ആ വീടും അവിടെയുള്ളവരും അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് സനയ്ക്ക് നന്നായി അറിയാം. എന്നിട്ടും തൻ്റെ മാറിൽ കിടന്ന ചിത്രയെ തന്നിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ട് സന അവളോട് ചോദിച്ചു, എന്തിനാ ചിത്ര എല്ലാം അറിഞ്ഞുകൊണ്ട് അവർക്ക് മുൻപിൽ നീ കഴുത്ത് നീട്ടി കൊടുത്തത്? നീ തന്നെ സ്വയം നിന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ ആയില്ലേ? അതിൻ്റെ പങ്ക് പറ്റിയത് അവരും. നിന്നെ 2 വർഷത്തേക്ക് പണയം വെച്ച് 50 ലക്ഷം രൂപ അവരുണ്ടാക്കി. അപ്പോഴും ലാഭം അവർക്ക് മാത്രം. ഇതിനിടയിൽ നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചോ? എല്ലാം അറിഞ്ഞുകൊണ്ട് സ്വയം അത്രയും വലിയൊരു കുരുക്കിലേക്ക് എടുത്തു ചാടിയ ചിത്രയോട് ആ നിമിഷം സനയ്ക്ക് തീർത്താൽ തീരാത്ത ദേഷ്യം തോന്നി. ആ ദേഷ്യം മുഴുവൻ അവൾ തൻ്റെ വാക്കുകളിൽ പ്രകടമാക്കുകയും ചെയ്തു. എടി ഞാൻ സനയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാൻ കഴിയാതെ ചിത്ര വിതുമ്പിയതും അവളുടെ മുഖം കാണി സന തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. എന്നിട്ട് ചിത്രയെ വീണ്ടും തന്നോട് ചേർത്ത് പിടിച്ചു. സാരല്ല, പോട്ടെ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന്. പിന്നെ സന ചിത്രയോടൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. കുറച്ചു കഴിഞ്ഞതും ചിത്രയൊന്ന് ഓക്കെയായി തോന്നിയതും അവളെ കൂട്ടി ക്യാൻറ്റീനിലേക്ക് പോയി. ആദ്യം ചിത്ര ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ചിത്ര ആകെ തളർന്നിരിക്കുവായിരുന്നു. അത് മനസ്സിലാക്കി സന അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. കൊട്ടാരം പോലെ ഉയർന്നു നിൽക്കുന്ന ആ വലിയ ബംഗ്ലാവിനകത്തേക്ക് അഭിമന്യുവിൻ്റെ കാറ് ചെന്നു നിന്നു. ഗാംഭീര്യത്തോടെ അവൻ പടികൾ ഓരോന്നായി കയറി തൻ്റെ മുറിയിലേക്ക് പോയി. പതിവ് പോലെ തനിക്കിഷ്ടപ്പെട്ടൊരു വില കൂടിയ മദ്യക്കുപ്പി കൈകളിൽ എടുത്തതിനു ശേഷം അവൻ നേരെ ബാൽക്കണിയിലേക്ക് പോയി. കുപ്പിവായിലേക്ക് കമിഴ്ത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ചിത്രയുടെ മുഖമായിരുന്നു. കണ്ണുകൾ മുറുക്കെ അടച്ചുകൊണ്ട് അവൻ തൻ്റെ ഫോൺ എടുത്ത് കിച്ചു എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. ഓഫീസിലെ ഫയൽ നോക്കിക്കൊണ്ടിരുന്നവൻ അവൻ്റെ കോൾ കണ്ടതും ഫോൺ ചെവിയോട് ചേർത്തിരുന്നു. ഹലോ. മൺഡേ അവൾ ഓഫീസിലുണ്ടായിരിക്കണം, അതും ഒരു സാധാരണ എംപ്ലോയി ആയി. കിഷോർ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മറുപുറത്തുനിന്ന് കോള് കട്ടായിരുന്നു. പിന്നെ തൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി അവൻ സോഫയിലേക്ക് ഇരുന്നു. 2 മിനിറ്റ് കണ്ണുകൾ അടച്ചു കിടന്നതിനു ശേഷം അവൻ വേഗം ഫോണെടുത്ത് രമയുടെ ഫോണിലേക്ക് വിളിച്ചു. തൻ്റെ വീട്ടിൽ അഞ്ജുവിനോടും ഇരിക്കുകയാണ് രമ. ചിത്ര പോയതിൽ അവർക്ക് സങ്കടമൊന്നുമില്ലെങ്കിലും അടുക്കള ജോലികളെല്ലാം തൻ്റെ തലയിലായതിൻ്റെ ദേഷ്യം അവർക്ക് ചിത്രയോടുണ്ട്. പോരാത്തതിന് ചിത്രയെ ഇവിടെ തന്നെ നിർത്തി വീണ്ടും പല കാരണങ്ങളും പറഞ്ഞ് കിഷോറിൻ്റെ കയ്യിൽ നിന്നും നല്ലൊരു തുക കൂടി തട്ടിയെടുക്കാമെന്നും അവർക്ക് നേരത്തെ മനസ്സിൽ കണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ചിത്ര തിരിച്ചു വരില്ലെന്ന് അവർക്കുറപ്പാണ്. ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിനു ശേഷം നടുവിന് കൈ കൊടുത്ത് സോഫയിലേക്ക് വന്ന് ഇരുന്നതേയുള്ളൂ രമ. സോഫയിൽ അഞ്ജുവും TV കണ്ടിരിക്കുവാണ്. നിനക്കൊക്കെ ഇവിടെ വെറുതെ TV കാണുന്ന കാര്യമല്ലേ ഉള്ളൂ, കുറച്ച് സമയം എന്നെ സഹായിച്ചാലെന്താ? അവരെ നോക്കി ദേഷ്യത്തോടെ അത് ചോദിക്കുമ്പോൾ ഇത്രയും നേരം അടുക്കളയിൽ കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ ചുരുക്കം രമ അവരോട് തീർത്തു. എന്നാൽ അത് കേട്ടതായി പോലും ബാധിക്കാതെ അവർ സിനിമയിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു. പെട്ടെന്നാണ് രമയുടെ ഫോൺ റിംഗ് ചെയ്തത്. ഡിസ്പ്ലേ തെളിഞ്ഞ് കാണുന്ന കിഷോർ സാർ എന്ന പേരിലേക്ക് രമ നടുക്കത്തോടെയാണ് നോക്കിയത്. 2 നിമിഷം ആ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നതിനു ശേഷം കിഷോറിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് രമ ഫോൺ തൻ്റെ ചെവിയോട് ചേർത്തു. ഞാൻ നാളെ അവിടേക്ക് വരുന്നുണ്ട്, എനിക്ക് ചിത്രയെ ഒന്ന് കാണണം. രമ ഒരു ഹലോ പോലും പറയാൻ അനുവദിക്കാതെ കിഷോർ ഇങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു നടുക്കത്തോടെയാണ് രമ അത് കേട്ടത്. എങ്കിലും പതറാതെ കിഷോറിനോട് സംസാരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അതെ സർ, ചിത്ര ഇവിടെയില്ല, ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അത് കേട്ടതും കിഷോറിൻ്റെ പുരികം സംശയത്താൽ ഒന്ന് ചുളിഞ്ഞു. ഹോസ്റ്റലിലോ? അതെ സർ, ഇന്ന് വൈകുന്നേരം തന്നെ ചിത്രമോള് ഹോസ്റ്റലിലേക്ക് മാറി. അവൾക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ എതിരൊന്നും പറഞ്ഞില്ല. എന്നാൽ എനിക്ക് ചിത്രയുടെ നമ്പർ ഒന്ന് തരണം. അത് നമ്പർ? ഒരു നിമിഷം അവന് മറുപടി കൊടുക്കാൻ കഴിയാതെ രമ ഒന്ന് പതറി. കഴിഞ്ഞ ദിവസം ചിത്ര വിവാഹത്തിന് സമ്മതിക്കാതായപ്പോൾ അവളെ പുതിയ തള്ളുന്നതിൻ്റെ കൂടെ കയ്യിലുണ്ടായിരുന്ന പഴയ നോക്കിയയുടെ കീബോർഡ് ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിപ്പോൾ കിഷോറിനോട് തുറന്ന് സമ്മതിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് സർ, മോളുടെ ഫോൺ 2 ദിവസം മുൻപൊന്ന് വീണ് പൊട്ടിപ്പോയി, നന്നാക്കാൻ കൊടുത്തിരിക്കുകയാ. ഞാൻ മോളുടെ ഫ്രണ്ടിൻ്റെ നമ്പർ തരാം, അവർ 2 പേരും ഒന്നിച്ചാണ്. അവർ പറഞ്ഞത് തീരെ വിശ്വാസമില്ലെങ്കിലും അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു അവൻ. കിഷോർ തൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി. സമയം രാത്രി 11:15. ഈ സമയത്ത് ചിത്രയെ വിളിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് കിഷോർ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു.
പിന്നെ വേഗം ഓഫീസ് പൂട്ടി പുറത്തിറങ്ങി. വർക്ക് ലോഡ് കൂടുതലുള്ള ദിവസങ്ങൾ കിഷോർ ഇതുപോലെ ഓവർ ടൈം എടുക്കാറുണ്ട്. അഭിമന്യു ദുർഗാദേവി എന്ന ബിസിനസ് രാജാവിൻ്റെ ഒരേ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിലും ഇതുപോലെ അവൻ കഷ്ടപ്പെടാറുണ്ട്. നാളെ അതുപോലെ ഒരു ദിവസമാണ്, അഭിമന്യുവിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം. ഓഫീസ് പൂട്ടിയതിൻ്റെ താക്കോൽ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ വീട്ടിലേക്ക് പോയി. തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വലിയ മാളിക അഭിമന്യുവിൻ്റെ ദുർഗാ ഇല്ലം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കാർ പോർച്ചിലായി നിർത്തിയിട്ടിരിക്കുന്ന ബ്ലാക്ക് കാർ ബെൻസ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവൻ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഹാൾ കടന്ന് വലിയ സ്റ്റെയർ കയറി കിഷോർ മുകളിലത്തെ നിലയിലേക്ക്. സെക്കൻഡ് ഫ്ലോറിലും കിഷോറിൻ്റെ മുറി. ഒന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം അവൻ തേർഡ് ഫ്ലോറിലേക്ക് പോയി. അവിടെയാണ് അഭിമന്യുവിൻ്റെ മുറി, അല്ല അവൻ്റെ ലോകം. കിഷോർ അല്ലാതെ വേറെ ആരും അവിടേക്ക് പോകാറില്ല. അതിനഭി സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കയറിയ ഉടനെ ചെന്നെത്തുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ആ ഹാളിന് വലതുഭാഗത്തായി ഒരു വലിയ മുറിയാണ്. ആ മുറി നിറയെ വയലിനും ഗിറ്റാറും തമ്പുരവും വീണയും മൗത്ത് ഓർഗണും അങ്ങനെ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അവന്. കൂടാതെ ആ മുറിയുടെ ഒത്ത നടുക്കായി ഒരു വലിയ ചിത്രമുണ്ട്. അതിസുന്ദരിയായി അതിമനോഹരിയായ ഒരു നർത്തകിയുടെ ചിത്രം, ദുർഗാദേവിയുടെ, അവൻ്റെ അമ്മയുടെ ചിത്രം. ഒരാളെ ആത്മാർത്ഥമായി പ്രണയിച്ചതിൻ്റെ പേരിൽ, അയാളെ അങ്ങേയറ്റം വിശ്വസിച്ചതിൻ്റെ പേരിൽ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട ദുർഗാദേവി. പ്രണയം കൊണ്ട് അങ്ങേയറ്റം വേദനിക്കപ്പെട്ടവൾ, അഭിമന്യുവിൻ്റെ അമ്മ ദുർഗാദേവി. ആ മുറിയിലേക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ കിഷോറിന് പോലും കയറാൻ അനുവാദമില്ല. അതവൻ്റെ മാത്രം സ്വർഗമാണ്, അവൻ്റെ അമ്മയുടെ ഓർമ്മകൾ തങ്ങുന്ന ഇടം. വേറെ ആരും അങ്ങോട്ട് കയറാറില്ല. ഇടതുഭാഗത്ത് കാണുന്ന വലിയ മുറിയാണ് അബിയുടെ ബെഡ്റൂം. ഡോറിൽ ചെറുതായി 2 വട്ടം നോക്ക് ചെയ്തതും അബി അവനെ റൂമിൻ്റെ കതക് തുറന്നു കൊടുത്തിരുന്നു. കതക് തുറന്ന് തന്നെ അഭിമന്യുവിൻ്റെ കിഷോറൊന്ന് നോക്കി. ഒരു ട്രാക്ക് പാൻറ് മാത്രമാണ് അവൻ്റെ വേഷം. ശരീരമാകെ വിയർപ്പിൽ കുതിർന്നിരിക്കുന്നു. അവൻ്റെ ഉറച്ച ശരീരവും ഉയർന്നു നിൽക്കുന്ന മസിലുകളും എടുത്തറിയും. പോരാത്തതിന് കയ്യിൽ ഒരു ലിക്കറിൻ്റെ ബോട്ടിലുമുണ്ട്. അതിടയ്ക്ക് ചുണ്ടോട് ചേർക്കുന്നുണ്ട്. ഒരു നിമിഷം അവനെ തന്നെ കിഷോർ നോക്കി നിന്നു. എന്നാൽ അവനെ മൈൻഡ് പോലും ചെയ്യാതെ മുറിയുടെ കതക് തുറന്നു കൊടുത്ത് അബി ബാൽക്കണിയിലേക്ക് പോയി. 3 സെക്കൻഡുകൾക്ക് ശേഷം കിഷോറും. അബിയുടെ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ വിശാലമായ കടൽ കാണാം. പിന്നെ തിരക്കിട്ട നഗരവും. തൻ്റെ കയ്യിലുള്ള ബോട്ടിൽ ചുണ്ടോട് ചേർത്തുകൊണ്ട് ബീൻ ബാഗിലിരിക്കുന്നവനെ കിഷോർ ഒന്ന് നോക്കി. എല്ലാം റെഡിയല്ലേ? അവനെ നോക്കാതെ ബോട്ടിലൊന്ന് കുടിച്ചതിന് ശേഷം ബീൻ ബാഗിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അബി ചോദിച്ചതും അതിന് മറുപടിയൊന്ന് വന്നിരുന്നു. നാളത്തെ ടെൻഡർ നമുക്ക് തന്നെ. എന്നാൽ അതിനവനെ ഒന്ന് നോക്കിക്കൊണ്ട് കിഷോർ ഉടനെ മറുപടി കൊടുത്തിരുന്നു. അതല്ല, ആ പെണ്ണിൻ്റെ കാര്യം, അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. അവനെ നോക്കാതെ വീണ്ടും അബി പറഞ്ഞതും കിഷോർ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ എന്തോ ഓർത്ത പോലെ അവന് മറുപടി കൊടുത്തു. ഇല്ല, നാളെ കാലത്ത് കോൾ ചെയ്യാമെന്ന് കരുതി. അത് പറഞ്ഞുകൊണ്ട് അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ബോട്ടിലൊന്ന് പൊട്ടിച്ച് അവനും ചുണ്ടോട് ചേർത്തു. വേണ്ട, നീ നാളെ അവളെ പോയി കണ്ട് സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും. എടാ, അത് നാളെയല്ലേ ടെൻഡർ, അപ്പോൾ ഞാൻ പോയാ? വേണ്ട, ആ ടെൻഡർ നമുക്ക് വേണ്ട, അത് അവർ എടുത്തോട്ടെ. വളരെ നിസ്സാരമായി അത് പറഞ്ഞ അഭിമന്യുവിനെ അത്ഭുതത്തോടെ കിഷോർ നോക്കി നിന്നു. എന്താ? വിശ്വസിക്കാൻ കഴിയാതെ കിഷോർ അവനോട് ചോദിച്ചതും അഭിമന്യുവിൽ നിന്ന് ഉടനടി മറുപടിയും വന്നു. അതെ, ഈശ്വരമഠത്തിൽ മഹേശ്വരി ഒന്ന് സന്തോഷിക്കട്ടെ. അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ കണ്ണുകളൊന്ന് കുറുകിയിരുന്നു ആ നിമിഷം. വീണ്ടും ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള ലിക്കറിൻ്റെ ബോട്ടിൽ അഭിമന്യു വീണ്ടും അവൻ്റെ ചുണ്ടോട് ചേർത്തു. പിന്നെ കുറച്ചു നേരം കിഷോറും അവനോടൊപ്പം അവിടെ തന്നെ നിന്നു. ബിസിനസ്സിനെ കുറിച്ച് കുറച്ചു നേരം കൂടി സംസാരിച്ചതിന് ശേഷം കിഷോർ തൻ്റെ മുറിയിലേക്ക് പോയി. എന്നാൽ അപ്പോഴും ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി ബീൻ ബാഗിൽ കിടക്കുകയാണ് അഭിമന്യു. മദ്യത്തിൻ്റെ ലഹരിയിൽ പതിയെ അവൻ്റെ കണ്ണുകൾ അടയുമ്പോഴും ആകാശത്തെ തന്നെ നോക്കി കണ്ണ് ചിമ്മി നിൽക്കുന്ന ആ നക്ഷത്രത്തിനെ അവൻ കാണുന്നുണ്ടായിരുന്നു. രാവിലെ ചെറിയ തലവേദനയോടെയാണ് ചിത്ര എഴുന്നേറ്റത്. വേഗം ബാത്റൂമിലേക്ക് പോയെന്ന് കുളിച്ച് ഫ്രഷായി. സന അവളെ തിരക്കി അവിടേക്ക് വന്നിരുന്നു. എഴുന്നേറ്റ വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം, വേഗം ചെന്നില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും മോളെ. പിന്നെ 2 പേരും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂമിലേക്ക് വന്നു. 2 പേരും 2 ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. ചിത്രയുടെ മൂഡൊന്ന് ഓക്കെ ആക്കുക എന്നത് തന്നെയാണ് സനയുടെ ലക്ഷ്യം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയതിനു ശേഷം 2 പേരും ഒന്ന് പുറത്തേക്കിറങ്ങി. നേരെ പോയത് ബീച്ചിലേക്കാണ്. കുറച്ചു നേരം ബീച്ചിൽ പോയിരിക്കാമെന്ന് കരുതി.
കടലിലേക്ക് നോക്കിയിരിക്കുന്ന ചിത്രയുടെ കണ്ണിലൂടെ ഇതുവരെ തൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം തെളിഞ്ഞു വന്നു. പിന്നെ അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു തുറന്നു. ഇനി എന്തും നേരിടാൻ തയ്യാറാണ് എന്ന പോലെ. അവൾക്കടുത്ത് തന്നെ സനയുമുണ്ട്, എന്തിനും കൂടെയുണ്ടെന്ന പോലെ. കുറച്ചു സമയത്തിന് ശേഷം ആ ബീച്ചിലേക്ക് ഒരു കറുപ്പ് കളർ കാറ് വന്നു നിന്നു. അതിൽ നിന്ന് പുറത്തിറങ്ങിയ കിഷോറിൻ്റെ കണ്ണുകൾ ആ കടൽ തീരം മുഴുവൻ ചിത്രയെ തിരഞ്ഞു. അവസാനം അല്പം മാറി കടലിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു തട്ടമിട്ട പെൺകുട്ടിയുടെ അടുത്തിരിക്കുന്ന ചിത്രയെ അവൻ്റെ കണ്ണിലുടക്കിയതും അവൻ അവർക്കടുത്തേക്ക് നടന്നു. ചിത്രേ, നമുക്ക് പോയാലോ? അയാൾ വിളിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. നീയല്ലല്ലോ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്, അവരല്ലേ? ചിത്രയെ നോക്കിക്കൊണ്ട് സന അത് ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകളിൽ നിറയെ ചിത്രയുടെ ഭാവിയെ ഓർത്തുള്ള ആവലാതിയായിരുന്നു. എന്നാൽ കടലിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചിത്ര അവൾക്കുള്ള മറുപടി കൊടുത്തു. പണം വാങ്ങിയത് അവർ ആയിരിക്കും, പക്ഷേ ആ പേപ്പറുകളിൽ സൈൻ ചെയ്തത് ഞാനാണ്. കരുതുന്ന പോലെ അത്ര എളുപ്പത്തിൽ എനിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല സന. ചിത്ര, ഗൗരവം നിറഞ്ഞൊരു ശബ്ദം അവിടെ ഉയർന്നതും സനയും ചിത്രയും ഒന്നിച്ച് തല ഉയർത്തി നോക്കി. മുൻപിൽ അവരെ തന്നെ നോക്കി നിൽക്കുന്ന കിഷോർ. അവനെ കണ്ടതും ചിത്ര എഴുന്നേറ്റ് നിന്നു, കൂടെ സനയും. നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം, ചിത്രയെ നോക്കിക്കൊണ്ട് കിഷോർ പറഞ്ഞതും ഒന്ന് മൂളിക്കൊണ്ട് അവൾ എഴുന്നേറ്റു നിന്നു. എന്നാൽ അപ്പോഴേക്കും ചിത്രയുടെ കയ്യിൽ സനയുടെ പിടി വീണിരുന്നു. അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് ചിത്ര അവൻ്റെ കൂടെ പോയി. സന ഇരിക്കുന്നിടത്ത് നിന്നും അല്പം മാറിയിട്ടിരിക്കുന്ന സിമൻറ്റ് ബെഞ്ചിലേക്ക് കിഷോർ ഇരുന്നു. അവൻ്റെ അടുത്ത് തന്നെ ചിത്രയും. തൻ്റെ കയ്യിലുള്ളൊരു കവർ കിഷോർ ചിത്രയ്ക്ക് നേരെ നീട്ടി. അതിലേക്ക് തന്നെ നോക്കി സംശയത്തോടെ ഇരിക്കുന്ന ചിത്രയുടെ കയ്യിലേക്ക് അവനത് വെച്ചു കൊടുത്തു. മൺഡേ തന്നെ ജോയിൻ ചെയ്യണം. അപ്പോഴും അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ചിത്ര. പതിയെ തൻ്റെ കയ്യിലുള്ള കവർ തുറന്നു നോക്കി. ഒരു നിമിഷം അതിൽ കാണുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ കണ്ടതും ചിത്രയുടെ മുഖം സംശയത്തിൽ ചുരുങ്ങി. DD കമ്പനിയിൽ മൺഡേ മുതൽ ചിത്ര ഉണ്ടായിരിക്കണം. അതൊരു സാധാരണ എംപ്ലോയി ആയി. അപ്പോഴും തന്നെ സംശയത്തിൽ നോക്കിയിരിക്കുന്ന ചിത്രയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് കിഷോർ സംസാരിച്ചു തുടങ്ങി. ഞാൻ തന്ന ആ മാഗസിൻ വായിച്ചു നോക്കിയില്ല അല്ലേ? അത് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ചിത്ര തല താഴ്ത്തി നിന്നു. എന്നാൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കിഷോർ വീണ്ടും സംസാരിച്ചു തുടങ്ങി. DD ഗ്രൂപ്പ് അഭിമന്യുവിൻ്റെ സാമ്രാജ്യമാണ്. അവൻ്റെ അധ്വാനം, അവൻ്റെ വിയർപ്പ്. അഭി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. അത് പറഞ്ഞുകൊണ്ട് കിഷോർ ചിത്രയെ ഒന്ന് നോക്കി. ചിത്രക്ക് അഭിയെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അഭിമന്യു ദുർഗാദേവി, ഡാൻസർ ദുർഗാദേവിയുടെ ഒരേ ഒരു മകൻ. ഇന്നൊരു നല്ല ബിസിനസ്മാനാണ് അവൻ. മരിച്ചുപോയ അവൻ്റെ അമ്മയുടെ പേരിൽ അവൻ തുടങ്ങിയതാണ് DD ഗ്രൂപ്പ്. ഇന്നതിന് നിരവധി ബ്രാഞ്ചുകളുണ്ട്. പല മേഖലയിലും അവൻ അവൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം അഭിമന്യുവിനെ കുറിച്ച് കിഷോറിൽ നിന്നറിഞ്ഞ ചിത്രയുടെ മനസ്സിലേക്ക് ഒരേ ഒരു ചോദ്യമാണ് ഉയർന്നത്. ഇത്രയും വലിയ ഒരാൾ തന്നെ പോലൊരു അനാഥയെ എന്തിനാണ് ഇത്ര പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്, അതും 2 വർഷത്തേക്ക്? അവളെ നോക്കിക്കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന കിഷോറിനെ കണ്ടപ്പോഴാണ് മനസ്സിൽ ചിന്തിച്ചതിന് കുറച്ച് ശബ്ദം കൂടിപ്പോയി എന്നവൾ തിരിച്ചറിഞ്ഞത്. തികച്ചും ന്യായമായ ചോദ്യമാണ് ചിത്രയുടേത്. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചിത്രയോട് പറയാം. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ചിത്ര ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അത് പറഞ്ഞുകൊണ്ട് കിഷോർ തൻ്റെ വാച്ചിലേക്ക് നോക്കി. ശരി ചിത്ര, എനിക്ക് പോകാൻ സമയമായി. ബാക്കി കാര്യങ്ങൾ മൺഡേ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. പിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നമ്മൾക്ക് മുൻപരിചയമുള്ളതായി പോലും കാണിക്കരുത്, പ്രത്യേകിച്ച് അഭിയുടെ അടുത്ത്. ഒന്നും പറയാതെ അവനെ നോക്കി മൂളുക മാത്രം ചെയ്തു അവൾ. പെട്ടെന്ന് കിഷോർ തൻ്റെ കയ്യിലുള്ള ഒരു കവർ ചിത്രയ്ക്ക് നേരെ നീട്ടി. ആ കവറിലേക്കും അവനെയും അവൾ സംശയത്തോടെ നോക്കി നിന്നു. മടിക്കാതെ വാങ്ങിക്കോളൂ, ഇത് ചിത്രയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. എന്നിട്ടും അത് വാങ്ങാതെ നിൽക്കുന്ന ചിത്രയുടെ കയ്യിലേക്ക് കിഷോർ ബലമായ ആ കവർ നൽകി. പതിയെ ആ കവർ തുറന്നു നോക്കിയ ചിത്ര അതിൽ കാണുന്ന ഐഫോൺ കണ്ട് അവനെ മിഴിച്ചു നോക്കി നിന്നു. ചിത്രയോട് അത്യാവശ്യമായി എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇത് ഉപകരിക്കും, അതാണ്. സർ. പോകാൻ വേണ്ടി തിരിഞ്ഞ കിഷോർ ഒരു നിമിഷം ചിത്രയുടെ ശബ്ദം കേട്ടും അവിടെ തന്നെ നിന്നു. എന്താ ചിത്ര? അത് എനിക്ക് തനിച്ച് ഇത്രയും വലിയൊരു ഓഫീസിൽ. എന്താണെങ്കിലും ചിത്ര മടിക്കാതെ തുറന്നു പറയൂ. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ സനയ്ക്ക് കൂടി അവിടെ ഒരു ജോലി. അല്പമടിച്ച് കിഷോറിൻ്റെ മുഖത്ത് നോക്കാതെയാണ് ചിത്ര അത് അവനോട് ചോദിച്ചത്. എന്നാൽ തൻ്റെ മുൻപിൽ നിന്ന് പരുങ്ങുന്ന ചിത്രയെ കണ്ടതും കിഷോറിന് പാവം തോന്നി. ശരി, കൂട്ടുകാരിയുടെ ബയോഡാറ്റ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ആ ഫോണിൽ എൻ്റെ നമ്പറുണ്ട്. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇന്ന് ഈവനിങ് തന്നെ കൊടുത്തു വിടാം.
ഉം